സ്ത്രീകൾക്ക് കൂടുതൽ സമയം ഉറക്കം വേണമെന്ന് പുതിയ പഠനം. ഇത് കണ്ട ഇത് മിക്കവാറും ഞങ്ങൾക്ക് ഒരു പണിയായിരിക്കും അല്ലേ? പോടോ, ഇത് അങ്ങനെയൊന്നുമല്ല. സ്ത്രീകളുടെ ഹോർമോണും സ്ലീപ്പും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതെന്ത് കണക്ഷൻ? ഞങ്ങളുടെ ഹോർമോൺസ് ഉണ്ടല്ലോ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒരു റോളർ കോസ്റ്റർ പോലെ. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ട് പക്ഷെ കൂടുതലറിയില്ല. ഈസ്ട്രജൻ നമുക്ക് ഡീപ്പ് സ്ലീപ്പിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊജസ്ട്രോൺ ആണെങ്കിൽ കുറച്ചൊരു സെഡേറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ മസിൽ റിലാക്സേഷൻ ഒക്കെ തരും. അപ്പൊ നമുക്ക് കൂടുതൽ സമയം ഉറങ്ങാനായിട്ട് പറ്റും. പക്ഷെ ഓരോ സ്റ്റേജിലും ഈ ഹോർമോൺ ലെവൽസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീരിയഡ്സ് ടൈമിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ കുറവായിരിക്കും. അപ്പൊ അവിടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരും. ഈ പ്രഗ്നൻസി ടൈമിലോ ഈ പ്രൊജസ്ട്രോണിന്റെ ലെവല് കൂടും. അപ്പൊ ലാഭമല്ലേ, പിള്ളേർ ഉറങ്ങിക്കൂടെ? അങ്ങനെയല്ല, ഈ മസിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എയർവേ മസിൽസ് കൂടെ അവിടെ റിലാക്സ് ആവും. അപ്പൊ ഉറക്കത്തിൽ നിന്ന് ശ്വാസം കിട്ടാതെ എണീക്കണ ഒരു അവസ്ഥയില്ലേ, അതിന് കാരണമാവും. അപ്പോഴും ഉറക്കം പോയില്ലേ. ഇതെല്ലാം കഴിഞ്ഞ് മെനോപോസ് സ്റ്റേജിൽ എത്തിയാലും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം നൈറ്റ് സ്വെറ്റും ഹോട്ട് ഫ്ലാഷസും കൊണ്ട് ഉറങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് പുരുഷന്മാരെക്കാൾ ഒരു 11 to 20 മിനിറ്റ് എങ്കിലും സ്ത്രീകൾ കൂടുതൽ സമയം ഉറങ്ങിയാൽ ഞങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ബെറ്റർ ആകും. എനിക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും താൻ്റെ കാര്യം ചെയ്യും. സിങ്കിൽ കിടക്കുന്ന പ്ലേറ്റ് ഇല്ലേ, അതുകൂടെ കഴിയിട്ട് ഉറങ്ങി.